ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജലദോഷം, അതുപോലെ തന്നെ കഫക്കെട്ട്, പിന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന പനിക്കൂർക്ക വെച്ചാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകളൊക്കെ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 പനിക്കൂർക്കയുടെ ഇല ഇങ്ങനെ പറിച്ചെടുക്കണം. പനിക്കൂർക്കയുണ്ട്, ചുമക്കൂർക്കയുണ്ട്. ഇതാണ് കേട്ടോ ചുമക്കൂർക്ക. അത് രണ്ടും തമ്മിലുള്ള ഈ ചുമക്കൂർക്കയുടെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇത് പനിക്കൂർക്ക. കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഈ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് ഇച്ചിരി കട്ടി കൂടുതലുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ അതൊരു 3 അങ്ങ് പറിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു പാത്രം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതുപോലെ കൂടുതൽ ചേർത്താൽ മതിയാവേ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ 1/4 ടീസ്പൂണിൻ്റെ പകുതിയേ ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി മേടിക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ മഞ്ഞൾ പൊടിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന സ്ഥലത്തു നിന്നൊക്കെ മേടിക്കുക കേട്ടോ. പാക്കറ്റിൽ വരുന്ന മഞ്ഞൾപ്പൊടി മേടിക്കാതിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന കുരുമുളകാണേ. നമ്മളൊരു 10 കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കൂടുതൽ പൊടിക്കൊന്നും വേണ്ട, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് കൽക്കണ്ടമാണ്, നല്ല പനങ്കൽക്കണ്ടം. അത് നിങ്ങളുടെ മധുരത്തിന് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ പനിക്കൂർക്ക നമ്മളൊരു 3 എടുത്തേക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. ഇത് രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കുന്നതാണ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ നല്ല, പനിയും ജലദോഷവും നമുക്ക് പ്രദേശത്തിൽ വരില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടും. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ലപോലെ തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് ആ സത്തൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങട്ടെ. ഈ പനങ്കൽക്കണ്ടം ഇല്ലെങ്കിൽ സാധാ കൽക്കണ്ടം നമുക്ക് ഉപയോഗിക്കും കേട്ടോ. പനങ്കൽക്കണ്ടം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇതിനൊരു കടും കളർ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് മഞ്ഞ കളറായിരിക്കും സാധാ വെള്ള കൽക്കണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്താൽ മതിയേ. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ പനിക്കൂർക്ക കൊണ്ടുള്ള ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മാറ്റുക കേട്ടോ. എന്നിട്ട് ഇത് രാവിലെയും വൈകിട്ടും കുടിക്കുക. ഇതൊരു 3 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് അത്യാവശ്യത്ത് കുറുകി വന്നോളും കേട്ടോ. ഇത് കുടിക്കാനായിട്ട് യാതൊരു ടേസ്റ്റിനും ഒരു കുഴപ്പമില്ല, നല്ല രസമാണ് കുടിക്കാനായിട്ട്. ഇപ്പോൾ കുടിക്കാനും നല്ലതാണ്, ശരീരത്തിൻ്റെ പുരോഗത്തിനും നല്ലതാണ്, സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലോട്ട് ബെൽ ബട്ടൺ നടത്തി ഓളും കൂടി ഞെക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ട് വീഡിയോകളിൽ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.